കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരി അച്യുതാനന്ദ ഗോവിന്ദ മാധവ സച്ചിദാനന്ദ നാരായണ ഹരി. ഓം ശ്രീ ഗുരുവായൂരപ്പ അഖില ഗുരു ഭഗവൻ നമസ്തേ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. നമസ്തേ. എല്ലാ പ്രിയപ്പെട്ടവർക്കും വൈശാഖ മാസാചരണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. സന്തതിയുണ്ടായി വന്നാൽ അപ്പോഴേ പുറപ്പെട്ടു സന്താപനാശനാർത്ഥം തീർത്ഥ സ്നാനാടനവും ചേതരണ്യവും പൊക്കൂ. താപസവേഷത്തോടും കൈതവമന്യേ വാനപ്രസ്ഥനായി വസിച്ചിട്ടു സംന്യാസാശ്രമമവലംബിച്ചു. സത്യധർമ്മം ഒന്നുമേ പിഴയാതെ ബ്രഹ്മജ്ഞാനവും വന്നു തന്നെ വിവേകത്താൽ മോക്ഷത്തെ സാധിച്ചിടാമെന്നതു ഗൃഹസ്ഥനു ധർമ്മമെന്നറിഞ്ഞാലും ഇത്തരമല്ലാതെ കണ്ടുള്ളൊരു ജനമെല്ലാം ചിത്തത്തിൽ ഗൃഹാസക്തമതിയായ ക്ഷണത്തിൽ ആതുരനായിട്ടല്ലൽ ബുദ്ധിയാൽ മൂഢനായി ചേതസ്സിൽ എന്റെയെന്നും എനിക്കെന്നുള്ള ബന്ധാൽ കഷ്ടവൻ മാതാപിതാ വൃദ്ധരാമെന്നും പിന്നെ ഇഷ്ടയാം ഭാര്യ ബാലാപുത്രന്മാർ ബാലരെന്നും ഞാനല്ലാതിവർക്കാരും ഉറ്റവരില്ല. മമ പ്രാണാന്തം വന്നാൽ ഇവരൊക്കെയും അനാഥരാം. ഇത്തരം വിചാരിച്ചിട്ടേറ്റവും ദുഃഖികളായി ചിത്തതാപേന ജീവിക്കുന്നതു മൂഢരെല്ലാം. ഈ വണ്ണം ഗൃഹാശയാക്ഷിപ്തനായി മൂഢഹൃത്തായി ഭോഗങ്ങൾ തന്നിൽ തൃപ്തി വന്നിടാതതുകളെ ധ്യായനായി താമസാന്ധകാരത്തെ പ്രാപിക്കുന്നു. മനസ്സേ മൽഭക്തിയാം ധർമ്മത്തെ വിട്ടു മൂഢൻ ബ്രഹ്മധ്യാനത്തെ സിദ്ധിച്ചു തമമോക്ഷ. ബ്രഹ്മധ്യാനത്തെ സിദ്ധിച്ചുത്തമ മോക്ഷസിദ്ധി വന്നുകൂടുവാൻ വർണ്ണാശ്രമങ്ങൾ എന്നീ അർത്ഥം. കേട്ടാലും വാനപ്രസ്ഥാരംഭത്തിനായി കൊണ്ടു വാട്ടമെന്നേ വിപ്രൻ
പുത്രങ്കിൽ ഭാര്യ തന്നെ ഭാരമേൽപ്പിച്ചു. പിന്നെ തപസ വാണിടിലോ നാരിയം ദാനം കൂടി വനവാസവും ചെയ്യാം. ശാന്തചിത്തനായി യോഗധാരണായുഷ്മനായിട്ടന്തരമെന്നീ വാണു വന്യഭോജനങ്ങളാം. കന്ധമൂലങ്ങൾ ബലമെന്നിവ കൊണ്ടു നന്നായി സന്ദേഹമെന്നീ തന്റെ വൃത്തിയും രക്ഷിക്കണം. വൽക്കല തൃണപർണാദ്യാജിനാംബരമായും തൽക്കാലം ഇവകളിൽ വാസവും ചെയ്തുകൊണ്ടു കേശവും നഗരോമമൊന്നുമേ കളയാതെ മീശയും നീട്ടി ജഡാധരനശോഭിക്കണം. സഞ്ചാരമതുമേറ്റം ചെയ്യാതെ ജലസ്നാനം അഞ്ചാതെ നീരിൽ മുങ്ങി കുളിക്ക വേണം ദാനം. മൂന്നു കാലത്തും നിലം മെഴുകി നിലമതിൽ സന്ദേഹമെന്നേ ശയിച്ചിടുക വേണം ദാനം. ഗ്രീഷ്മകാലത്തു നന്നായി പഞ്ചാഗ്നി മധ്യത്തിലും വർഷത്തിൽ മഴയേറ്റും വർഷകാലവും പോയാൽ ശിശിരകാലി കഴുത്തോളം വെള്ളത്തിൽ നിന്നും നിശ്ചലമാനസനായി തപസ്സു ചെയ്തിടണം. അഗ്നിപക്വവും കാലപക്വവും ശ്മശനുയാൽ വിഘ്നമെന്നീ അസ്മകൂടെ വ്യാപിലുകളെ വിദ്രുതം ദന്തേനാഭിചൂർണിക്ക വൃത്തിദ്രവ്യം. തന്നുടെ വൃത്തിക്കെല്ലാം താൻ തന്നെ ആർജിച്ചുട ദേശകാലാദികളെ തന്നെയും വഴിപോൽ തന്നാശയെ അറിഞ്ഞന്യദാഹൃതം നാദദീത അന്യമാം സർവത്തെയും ഒഴിച്ചു നിന്നു കണ്ടും. പിന്നെ വന്യങ്ങൾ പുരോടാശങ്ങളാലും നിജകാലത്തെ കഴിച്ചത്ര ശ്രുതിമാർഗങ്ങൾ പോലെ ആലസ്യമെന്നീ പശു കൊണ്ടു മാം യജിക്കുല. വാനപ്രസ്ഥനാമവനഗ്നിഹോത്രവും പൂർണമാസവും പൂർവം പോലെ ചതുർമാസ്യവും വേണം. ഈ വണ്ണം തപസ്സോടും വാനപ്രസ്ഥനാമുനി കേവലം തപോമയനാം എന്നെ ആരാധിച്ചു സാനന്ദമൃഷിലോകം പ്രാപിച്ചിടുന്നു താനും. വാനപ്രസ്ഥത്തിൽ നിന്ന് മോഹത്തെ ത്യജിച്ചിട്ടു സന്യാസത്തെയും ചെയ്തു മുക്തിയും ലഭിച്ചിടാം. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഓം സ്വസ്തി പ്രജാഭ്യാ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹേശാം. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാ ഭരാതം
വിഹിതമവിഹിതം വാ സർവമേതശ്രമസ്വ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ശിവ ശിവ കരുണാബ്ദേ ശ്രീ മഹാദേവ ശംഭോ. ഓം കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതി സ്വഭാവത് കരോമി യദ്യ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. നാരായണായേതി സമർപ്പയാമി. സർവം നാരായണായേതി സമർപ്പയാമി. ഓം സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. നമസ്തേ. ശ്രീമദ് ഭാഗവതത്തിൽ ഏകാദശ സ്കന്ധത്തിൽ ഉദ്ധവോപദേശം വരികൾ സഹിതം തുടരും നാളെ. നമസ്തേ.